സെൻറ്റൻസ് എന്ന് വെച്ചാൽ വാക്യം. എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് കംപ്ലീറ്റ് സെൻസ്. പൂർണ്ണ ആശയമുണ്ടാക്കുന്ന പദസമൂഹത്തെയാണ് നമ്മൾ വാക്യമെന്ന് പറയുന്നത്. കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസ് നോക്കാം. അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, ഇംപറേറ്റീവ്, എക്സ്ക്ലമേറ്ററി. ഓക്കെ, അപ്പം അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ്, അതിൽ ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് പറയുന്നതിനാണ് അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് എ ഡോക്ടർ. അദ്ദേഹം ഒരു ഡോക്ടറാണ്. ഷീ ഈസ് എ ടീച്ചർ. അവർ ഒരു ടീച്ചറാണ്. അവളൊരു ടീച്ചറാണ്. ഓക്കെ, അപ്പോൾ അതാണ് അസേർട്ടീവ്. നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ്. മനസ്സിലായില്ലേ? അതാണ് അസേർട്ടീവ് സെൻറ്റൻസ്. നെക്സ്റ്റ്, ഇൻട്രോഗേറ്റീവ്, ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്നു. അതായത് ഫോർ എക്സാമ്പിൾ, ഹു ആർ യു? ഹു ആർ യു? നീ ആരാണ്? വാട്ട് ഈസ് ദാറ്റ്? അതെന്താണ്? അപ്പം അതൊക്കെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ്, ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ ആജ്ഞ ഓർ അപേക്ഷ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്യം. ഒരു ആജ്ഞ കൊടുക്കുകയാണ്. ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളോട് പറയാണ്, സ്റ്റോപ്പ് ടോക്കിംഗ്, ബി ക്വയറ്റ്. ഓക്കെ, അത് ഇംപറേറ്റീവ് സെൻറ്റൻസ്. മനസ്സിലായില്ലേ? നെക്സ്റ്റ്, എക്സ്ക്ലമേറ്ററി. എക്സ്ക്ലമേറ്ററി എന്ന് പറയുമ്പോൾ ഒരു ആശ്ചര്യം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്യം. ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ്, ഹൗ ഹാൻസം ഹീ ഈസ്. അവൾ എത്ര മനോഹരിയാണ്, അദ്ദേഹം എത്ര മനോഹരനാണ് എന്ന് നമ്മൾ പറയില്ലേ? അതാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഓക്കെ, അപ്പം എ സെൻറ്റൻസ്, കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ്. എ സെൻറ്റൻസ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് കംപ്ലീറ്റ് സെൻസ്. Kinds of sentences: assertive, interrogative, imperative, exclamatory. Okay?